ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എരുന്തിനെ പിടിക്കുന്നത് ഇട്ടുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് എരുന്തിനെ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്നും എല്ലാവരും കാണും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എരുന്തിന് എത്ര എരുന്തിനെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3-4 വട്ടം അങ്ങനെ കഴുകുക. അതിന് ചേറൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3-4 വട്ടം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ അതിൻ്റെ തോടൊക്കെ എന്താ പൊളിഞ്ഞ് പൊളാന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ ദേശം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ശല്യം നിന്നെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇറച്ചി ഇങ്ങനെ വേർപ്പെടുത്തിയിട്ട് ഇങ്ങനെ എടുത്തിടണം. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാട്ടുണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് പിരിച്ച് കളയണം. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതുപോലെ ദേശം അങ്ങനെ ഉള്ളിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിട്ട് പാത്രത്തിലാക്കണം. അങ്ങനെ മൊത്തം നേരാക്കി എടുത്തപ്പോൾ അത് അത്ര കിട്ടിയിട്ടുള്ളൂ. എരുന്തിൻ്റെ നിറം കണ്ടില്ലേ, ഉള്ളിൽ നീല കളറാണ്. അപ്പോൾ അങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ട് നല്ല ഉരത്തി തിരുമ്പി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചേറ് നന്നായിട്ടാണ്ട് പോയി കിട്ടും. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ള് ഉലുവയാണ് ഇടുന്നത്. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായിരിക്കും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്ക് ഉലുവ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമുക്കിത് നന്നാക്കി വെച്ച ഒരു 3-4 സവാള എടുത്തിട്ടുണ്ടായിരുന്നത്, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം ഒന്ന് ഉള്ളിയൊന്ന് വഴന്ന് കിട്ടും. അങ്ങനെ നന്നായി വഴന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണമായിരിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അത് ഇളക്കുക തന്നെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തത്, അപ്പോൾ 2 തക്കാളി ഇട്ട് കൊടുത്തു. അങ്ങനെ നന്നായി വാടി എല്ലാം വന്നപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഈ കറുവാപ്പട്ടയും പൊട്ടിച്ചതായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് പാകമായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് 1.5 സ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിന് ശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക അതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, ഒന്ന് വേവണ്ടേ. നമ്മുടെ കക്കയുടെ ഇറച്ചി ഈ മസാലയും കൂടി കൂട്ടി നന്നായി ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതാ നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാകമായി കണക്കാക്കാം. ഒന്നും കൂടി വറ്റി കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എരുന്ത് കറി ഒരു കക്കക്കറി ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി വെക്കണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യണം. താങ്ക് യു.